നമുക്കൊരു ചോദ്യം നോക്കാം. രണ്ട് അക്കങ്ങളും വ്യത്യസ്തമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുമ്പം ഏത് മുതലാണ്? 10 മുതൽ എവിടം വരെ? 99 വരെയാണ് രണ്ടക്ക സംഖ്യകൾ വരുന്നത്. അപ്പോൾ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? രണ്ടക്കങ്ങളും വ്യത്യസ്തമായിരിക്കണം. അങ്ങനെയുള്ള എത്ര രണ്ടക്ക സംഖ്യകളാണ് ഉള്ളത്? അപ്പോൾ അതിലെന്താണ് 10 ഉൾപ്പെടും, 99 ഉൾപ്പെടുമോ? ഇല്ല, ഇതിൽ രണ്ടക്കങ്ങളും സെയിം ആണ്. അപ്പോൾ അതുപോലെ 10നും 99നും ഇടയിൽ എത്ര സെയിം ആയ അക്കങ്ങളുള്ള രണ്ടക്ക സംഖ്യകളുണ്ട്? 11, 22, 33, 44, 55, 66, 77, 88, 99. ഇത്രയും സംഖ്യകൾ, ഈ സംഖ്യകളിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ബാക്കിയുള്ള സംഖ്യകളുടെ എണ്ണമാണ് എന്ത്? വ്യത്യസ്തമായ രണ്ടക്കങ്ങളും വ്യത്യസ്തമായ രണ്ടക്ക സംഖ്യകളുള്ള സംഖ്യകൾ. ഓക്കെ, അപ്പോൾ 10 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? 10 മുതൽ 19 വരെ എത്ര സംഖ്യകളുണ്ട്? 10 സംഖ്യകളുണ്ട്. 10 മുതൽ 29 വരെ എത്ര സംഖ്യകളുണ്ട്? 20 സംഖ്യകളുണ്ട്. അപ്പം 10 മുതൽ 99 വരെ 90 സംഖ്യകളുണ്ട്. ഈ 90ൽ നിന്ന് എന്ത് ചെയ്യണം? ഇതെത്ര സംഖ്യകളുണ്ട്? 1 2 3 4 5 6 7 8 9. 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 81 രണ്ടക്കങ്ങളും വ്യത്യസ്തമായ രണ്ടക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ചെറിയൊരു ട്രിക്ക് നോക്കാം. ഈ 81നെ നമുക്ക് എന്ത് എഴുതാം? എങ്ങനെ എഴുതാം? 9 × 9. 9 × 9 ആണ് 81 അല്ലേ? ഇത് ഓർത്ത് വയ്ക്കുക. 10 മുതൽ 99 വരെയാണ് രണ്ടക്കങ്ങൾ വരുന്നത്. അതിൽ 99 എടുത്തു കഴിഞ്ഞാൽ 9 × 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 81 കിട്ടും. അതാണ് എന്തിൻ്റെ ആൻസർ? ഈ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് രണ്ടക്കങ്ങളും വ്യത്യസ്തമായ രണ്ടക്ക സംഖ്യകൾ എത്ര? 81. ഓക്കെ, അപ്പോൾ രണ്ടക്ക സംഖ്യകളുടെ അവസാനം വരുന്നത് 99 ആണ്. അപ്പോൾ 9 × 9 ചെയ്ത് കഴിഞ്ഞാൽ 81 കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. 3 അക്കങ്ങളും വ്യത്യസ്തമായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അപ്പോൾ മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് 100ലാണ്, അവസാനിക്കുന്നത് 999. അപ്പം നമുക്ക് ഇതിൽ ഒഴിച്ചു വിടേണ്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 111, 222, 333 തുടങ്ങി 999 വരെ നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് എടുക്കണം. 100 മുതൽ 999 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കി അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ സംഖ്യകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. പക്ഷെ നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല, എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, എന്ത് ചെയ്യണം? മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? 999 വരെ. ഓക്കെ, ഇതിലെന്ത് നമ്മൾ നേരത്തെ രണ്ടക്ക സംഖ്യകളുടെ വ്യത്യസ്തമായ രണ്ടക്ക സംഖ്യകൾ കാണാൻ വേണ്ടി എന്താ ചെയ്തത്? 9 × 9 എടുത്തപ്പോൾ നമുക്ക് 81 കിട്ടി. ഇനി എന്ത് ചെയ്യാം? മൂന്നക്ക സംഖ്യകളുടെ കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? 9 × 9 × 9 ചെയ്യാൻ പാടില്ല, 8 ചെയ്യുക. ഓക്കെ, 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുകയെന്ന് വെച്ചാൽ 648 കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ചോദ്യം ഒന്ന് മാറിക്കഴിഞ്ഞാൽ 4 അക്കങ്ങളും വ്യത്യസ്തമായ എത്ര നാലക്ക സംഖ്യകളുണ്ട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ റേഞ്ച് മാറും. ഏതുവരെയാവും? 4 അക്കങ്ങൾ വേണം അല്ലേ? 1000 മുതൽ 9999 വരെ. ഓക്കെ, എത്ര 9കളുണ്ട്? എത്ര 9കളുണ്ട്? 4 9കളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യത്തെ 2 9ഉം അതുപോലെ ഇൻറ്റു ചെയ്ത് മൂന്നാമത്തത് സെയിം 8, നാലാമത്തെ ആളെ ഇതിൽ നിന്ന് പിന്നെ ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4536 ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി 5 അക്കങ്ങളും വ്യത്യസ്തമായ എത്ര അഞ്ചക്ക സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? 9 എത്ര ഉണ്ട്? 5 9 ഉണ്ടായിരിക്കും.
ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യത്തെ 2 9ഉം അതുപോലെ എഴുതി വെക്കുക. പിന്നെ വരുന്ന 3 9ഉം ഓരോന്ന് വീതം -7 എഴുതാം. 8 × 7 × 6 ചെയ്യുക. ആൻസർ എന്താ കിട്ടുക വെച്ചാൽ 27,216.